നമസ്കാരം. കാലം എത്രയൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഈ 24-ാം നൂറ്റാണ്ടിൽ 2024 നടന്നുകൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിലും ജാതീയപരമായിട്ടും നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ അധിക്ഷേപം നേരിടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരൻ. RLV രാമകൃഷ്ണൻ എന്നതിലുപരി സിനിമാ താരമായിരുന്ന കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തിനെതിരെ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന നർത്തകി ജാതീയപരമായിട്ടും നിറത്തിന്റെ പേരിലും വലിയൊരു അധിക്ഷേപം ഒരു യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. വളരെ തരം താഴ്ന്ന രീതിയിലുള്ള ഒരു പ്രതികരണം, ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും നൽകാതെ അദ്ദേഹത്തിന്റെ നിറത്തെ കാക്കയുടെ നിറത്തോട് ഉപമിച്ചിരിക്കുന്നു. RLV രാമകൃഷ്ണന്റെ യോഗ്യതകളെ മനസ്സിലാക്കിയാണോ ഇവർ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്നുള്ള ഒരു വലിയ സംശയം പൊതുസമൂഹത്തിൽ ഉയരുകയാണ്. RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി 4 വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും പാസ്സായതിനു ശേഷം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് റാങ്കോടെ പാസ്സായ ആളാണ്. തുടർന്ന് കേരള കലാമണ്ഡലത്തിൽ MPhil നേടി, അതും പെർഫോമിംഗ് ആർട്സിൽ ടോപ്പ് സ്കോററായി. തുടർന്ന് അവിടെ നിന്ന് തന്നെ PhDയും കരസ്ഥമാക്കിയ വ്യക്തി. 15 വർഷക്കാലമായി ഒരുപാട് കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. കാലടി സംസ്കൃത സർവകലാശാലയിലും RLV കോളേജിലും ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ ഈ കഴിവിനെ അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയ സത്യഭാമയുടെ മനസ്സെന്താണെന്നാണ് കേരള സമൂഹം ഇന്ന് ചോദിക്കുന്നത്. SC/ST യിൽപ്പെട്ട ഒരു കലാകാരന്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു കലാകാരന് കേരളത്തിൽ ജീവിക്കുക എന്നുള്ളത് അസാധ്യമായി മാറിയ ഒരു കാര്യമാണോ എന്നുകൂടി RLV രാമകൃഷ്ണൻ ചോദിച്ചു വെക്കുന്നു. കേരള സമൂഹം നല്ല രീതിയിൽ തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. സത്യഭാമയെ പോലെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത്തരം കലാരംഗത്തേക്ക് കടന്നു വന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മോഹിനിയാട്ടം സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും പുരുഷന്മാർ കളിക്കുകയാണെങ്കിൽ അവർ സൗന്ദര്യമുള്ളവരായിരിക്കണം എന്നുകൂടി സത്യഭാമ പറഞ്ഞു വെക്കുന്നു. പെറ്റ തള്ള പോലും സഹിക്കില്ല RLV രാമകൃഷ്ണനെ കണ്ടാൽ. എന്തൊരു അരോചകമാണല്ലേ. അവർ തന്നെ പറയുന്നുണ്ട്, പുരുഷന്മാർ കളിക്കുന്നത് അരോചകമായി അവർക്ക് തോന്നിയിട്ടുണ്ടെന്ന്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കുന്ന കലാകാരികളെ സമൂഹത്തിന് ആവശ്യമുണ്ടോ? കലാമണ്ഡലം സത്യഭാമ ഇതിനു മുന്നേയും തനിക്കെതിരായിട്ട് ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്ന് RLV രാമകൃഷ്ണൻ വെളിപ്പെടുത്തുന്നു. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങളിലൂടെ തളർത്താൻ സാധിക്കില്ലെന്ന് പൊതുസമൂഹം അഭിപ്രായം പറയുകയുണ്ടായി. ദൂരദർശന്റെ A ഗ്രേഡ് ആർട്ടിസ്റ്റായി കൂടി അംഗീകാരമുള്ള അദ്ദേഹത്തെ പോലെ കഴിവുള്ള പരിചയസമ്പത്തുള്ള ഒരു വ്യക്തിത്വത്തെ എന്തിനാണ് ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത്? RLV രാമകൃഷ്ണന്റെ യോഗ്യതകളെ മനസ്സിലാക്കി അദ്ദേഹത്തെ പോലെയുള്ള കലാകാരന്മാരെ സമൂഹത്തിൽ കൂടുതൽ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് ഇനിയും ഒരുപാട് പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്. ഇതിനെതിരെ കേരളത്തിലെ ഓരോ ആളുകളും അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും പ്രതികരിക്കേണ്ട സമയമായിരിക്കുകയാണ്. സർക്കാർ തലത്തിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. നിയമപരമായി RLV രാമകൃഷ്ണൻ ഇതിനെ നേരിടുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.